ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പിക്ചറുകൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അതിന് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അതൊക്കെ അവർ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോ പല രാജ്യത്തെ പല ലൊക്കേഷൻസ് ഒക്കെയാ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കിയേ പറ്റൂ. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമുക്കത് കണ്ടെത്തണം. 10 കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള പോലെ അവളുടെ സംസാരം. ഞാനത്ര പൊട്ടിയൊന്നുമല്ല. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. നീ നോക്കിക്കോ. പൃഥ്വിയെ ഞാൻ എങ്ങനെ എന്റെ കൈക്കുള്ളിലാക്കുമെന്ന് കാണിച്ചു തരാം. അത് മതി. വലിയ പൊസിഷനിലൊക്കെ ആയി കഴിയുമ്പോ പാവങ്ങളെ മറക്കാതിരുന്നാ മതി. ഒന്ന് കൂടി. എവിടെ നോക്കിയാണ് നടക്കുന്നത്? കണ്ണുണ്ടോ എനക്ക്? വസ്തു കളക്കാൻ വന്നാണാ? തറവാട് വകയൊന്നും അല്ലല്ലേ. അത് മാറിയെന്നൂടെ? ഓ ആയിക്കോട്ടെ. ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന കാശ് അയാൾ എടുത്തിട്ട് പോയത്. എന്റെ ലൈസൻസും ആധാറും എല്ലാം അതിനകത്തായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ പേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു തരണേ. എന്റെ പേഴ്സ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരണേ. അതെ, നിങ്ങൾ പേഴ്സ് വീട്ടിൽ നിന്ന് എടുത്തെന്ന് ഉറപ്പാണോ? അതേന്ന് കുറച്ചു മുമ്പ് ഞാൻ അങ്ങോട്ടേക്ക് കാശ് കൊടുത്താ. എന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് കയറി ചെയ്തേ ഉള്ളൂ. ഒരു തന്നെ ഒന്ന് ഇടിച്ചായിരുന്നു. ഇനിയിപ്പോ അവനെന്തായാലും എടുത്തിട്ടുണ്ടാവോ? അതെ, അവിടെ എന്താ പ്രശ്നം? പേഴ്സ് എന്തോ കാണാനില്ലെന്നാ പറയുന്നേ. അങ്ങനെ ആരെങ്കിലും എടുത്താണെങ്കിൽ അത് പോയെന്ന് കരുതിക്കോ. അയ്യോ, ഇനി അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. അയ്യോ, എനിക്ക് എന്റെ കാശ് കിട്ടാതെ വീട്ടിൽ പോകാൻ പറ്റില്ല. ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരണേ. ഞാൻ പോകത്തില്ല. എനിക്ക് കാശ് കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഞാൻ പോകത്തില്ല. കഷ്ടം തന്നെ. പോലീസിനെ വിളി. ഞാൻ പോലീസ് വന്നിട്ടേ പോകുന്നുള്ളൂ. എന്റെ പൈസ, ഞാൻ പൈസ ഇല്ലാതെ എങ്ങനെ വീട്ടിൽ പോകും? എന്റെ പൈസ പോയി. അയ്യോ, ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ പൈസ തിരിച്ചു തരണേ. അയ്യോ, എനിക്ക് അയ്യോ, എന്റെ പൈസ ഇല്ല. ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? ബൈ. ടോയ്ലറ്റ് എവിടെ? ആ ഭാഗത്താ. അങ്ങോട്ടാ? ഓക്കെ. ഹലോ ഹസനെ, നിങ്ങൾ എവിടെയാ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. സാരമില്ലെന്നേ, കൊള്ളാം. ഹേയ്, കുഴപ്പമൊന്നുമില്ല, ഉള്ളത് മതിയെന്നേ. തൽക്കാലം വേറെ ആരും അറിയണ്ടായത്. ആ ശരി ശരി, വേഗം ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. ബായി ഒന്ന് നിന്നേ. എന്നെയാണോ? ആ ഡേയ്, കാര്യമൊക്കെ ശരിയാണ്. അയാളെ ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസയാണ്. അയാളത് അവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരയാണ്. മര്യാദയ്ക്ക് ആ പേഴ്സ് കൊണ്ടുവിടും. നിങ്ങൾ എന്തായി പറയുന്നേ? എടാ മോനെ, എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുതേ. എടാ, നീ ഒരു പോക്കറ്റ് അടിക്കാരനാണെന്നും നിന്റെ കൂട്ടുകാരുണ്ടല്ലോ അവൻ ദോ അവിടെ നിന്ന് കരയുന്നില്ല. അങ്ങനെ പോക്കറ്റ് അടിച്ചതും ആ പേഴ്സ് നിന്റെ തന്നു എന്നുള്ളതും ആ പേഴ്സ് ഇപ്പൊ നിന്റെ ഉണ്ടെന്നുള്ളതും എനിക്കറിയാം. എടാ, മര്യാദയ്ക്ക് നീ ആ പേഴ്സ് തരണ. അത് ആൾക്കാരെയും പോലീസിനെ കൂട്ടി ഇടിച്ച് നിന്നെ ചമ്മന്തി പരുവാക്കണോ? ഞാൻ പേഴ്സൊന്നും എടുത്തിട്ടില്ല. ഓ, എന്റെ കയ്യിലൊരു പേഴ്സും ഇല്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ക്ഷമിച്ചേരെ. സാരമില്ല, മനുഷ്യരാകുമ്പോഴേ തെറ്റാർക്കും പറ്റും. ആ പോയട്ടെ. അല്ല ബൈ, ബൈയുടെ പേരെന്താണ്? സുമേഷ്. സുമേഷ്, നല്ല പേര്. കൊടുകൈ കൊടുബായി, കൈ കൈ കൊടുബായി. എടാ കള്ള സുമേഷേ,
നിന്റെ അടുത്ത് മര്യാദക്ക് ചോദിച്ചാ നീ പേഴ്സ് തരില്ല അല്ലേ? ഇതൊക്കെ എന്തോന്നടാ ഇത്? പേഴ്സ് കൊണ്ട് വേലയായിട്ട് വെച്ചിക്കണ? ചേട്ടാ പൊന്നു ചേട്ടാ ഒന്നും ചെയ്യില്ല ചേട്ടാ, ഒരബദ്ധം പറ്റിപ്പോയതാ. സത്യമായിട്ടും ആരും അറിയിക്കല്ലേ. ഏയ്, ഇതിൽ അവിടെ നിന്ന് കരയുന്നില്ലേ? അവന്റെ പേഴ്സ് ഏതറാ? ദാ, ഇത് നീ കൊള്ളാലാടാ. ദാണ്ട് ഇതാണ് സാർ. ഇതാ ഇത് തന്നെയാ. ഇതെന്നാടാ? ഉറപ്പാണോടാ? ഇത് തന്നെയാ. ആ? അതെ, ഇത് തന്നെയാ. ഇതില് മാത്രമേ കാശ് കുറച്ചെങ്കിലും ഉള്ളൂ, മറ്റുള്ളതെല്ലാം കാർഡുകളാ. ഇപ്പൊ പോക്കറ്റ് അടിച്ചാലും വലുതായിട്ടൊന്നും കിട്ടാറില്ല. എടാ അതറിയാലടാ, പിന്നെ എന്തിനടാ ഈ പണിക്ക് ഇറങ്ങണത്? വല്ല കൂലിപ്പണിക്കും വെക്കൂടാ. നിന്ന് മിഴിക്കാതെ പോ. പാപ്പാ നില്ലേ ഇങ്ങോട്ടോ. എന്നാ നീ രാവിലെ വല്ല കഷ്ടപ്പെടാല്ലേ അതിന്റെ കൂലി എന്നാ? അയ്യോ വേണ്ട സാർ, വേണ്ട വേണ്ട സാർ വെച്ചോ. വേണ്ട വായനടാ. വേണ്ട സാർ. പിടാ പിടേ. ആ, നീ ചെയ്ത ജോലിയിൽ കൂലിയാറ്റം കരുതിയാൽ പാ പാ പാ. ഹലോ പറയടി. എടി ഞാൻ എത്തിയില്ല. ഓ, സ്റ്റാൻഡിലെത്തിയേ ഉള്ളൂ. ഞാൻ എത്തിയോടം പറയാം. താമസിക്കൂല. ഞാൻ ഇപ്പൊ തന്നെ പോവൂടി. ഞാൻ ഈ പ്രായത്തിൽ എവിടെ പോയി കിടന്ന് കറങ്ങായി? നീ എന്തോന്ന് നീ ഒന്ന് വയ്ക്ക്. സത്യമായിട്ട് ഞാൻ പോയടം പറയാം. ഓ ശരി. കല്യാണം കഴിക്കണ്ടായിരുന്നു. ആ, ഇനി പറഞ്ഞിട്ട് കാര്യം തോന്നും. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡാർക്ക് വെബിലാവും ഇതിന്റെ കീ ഉണ്ടാവുക. ഈ പിക്ചറുകൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അതിന് ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ അതൊക്കെ അവർ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ പല രാജ്യത്തെ പല ലൊക്കേഷൻസ് ഒക്കെയാ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കിയേ പറ്റൂ. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമുക്കത് കണ്ടെത്തണം.